നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചു. ഏറ്റവും പ്രധാന ഹൈലൈറ്റ് ആയത് LDF സർക്കാർ സ്വകാര്യവത്കരണത്തിൽ കൈക്കൊണ്ട നയം മാറ്റമാണ്. വിദ്യാഭ്യാസ, ആരോഗ്യ, ടൂറിസം മേഖലകളിൽ ഉൾപ്പെടെ സ്വകാര്യ നിക്ഷേപം തുറന്നിടുന്നതാണ് ബജറ്റ്. ക്ഷേമ പെൻഷനിൽ വർധനയില്ല, കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് വാഗ്ദാനമുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കും, ഒരു ഗഡു ക്ഷാമബത്ത നൽകും, റബ്ബറിന്റെ താങ്ങുവിലയിൽ 10 രൂപ വർധന എന്നിങ്ങനെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ. ജനത്തിന് അധിക നികുതി ബാധ്യതയില്ല. വിശ്വാസ്യതയില്ലാത്ത വാചക കസത്ത് മാത്രമായ ബജറ്റ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബജറ്റിലുടനീളം കേന്ദ്രത്തിന് വിമർശനമുണ്ട്, പ്രതിപക്ഷത്തിനുമുണ്ട് വിമർശനം. അതും ഈ ബജറ്റിന്റെ പ്രത്യേകതയായി മാറുന്നു. ഈ ബജറ്റിനെ വിലയിരുത്തുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ഇന്ന് അതിഥികളായി പങ്കെടുക്കുന്നവർ CPIM-ന്റെ പ്രതിനിധി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJP-യുടെ പ്രതിനിധി ശ്രീ PR ശിവശങ്കർ, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, ഒപ്പം KLM ആക്സിവ ഫിൻവെസ്റ്റ് ലിമിറ്റഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ മനോജ് രവി എന്നിവരാണ്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ ബജറ്റിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? നമ്മൾക്ക് അതിൽ തുടങ്ങാം ചുരുക്കി. നോക്കൂ, ഒരു സംസ്ഥാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ് സ്വാഭാവികമായും ആ ബഡ്ജറ്റിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി അത്തരത്തിലൊരു ബഡ്ജറ്റാണ് സ്വാഭാവികമായും അവതരിപ്പിക്കേണ്ടത്. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ആദ്യത്തെ വിമർശനം തന്നെ കഴിഞ്ഞ 7 വർഷം മുമ്പ് അധികാരത്തിൽ നിന്നും പുറത്തുപോയ UDF സർക്കാരിനെയും UDF-നെയും അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾ ഉൾപ്പെടുത്തിയ വിമർശനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ഒരു ബഡ്ജറ്റാണ്. ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ആധികാരികതയും പവിത്രതയുമുണ്ട്. ആ ബഡ്ജറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്സിനാണ് പ്രാധാന്യമുള്ളത്. വരവും ചെലവും അത് കൃത്യമായി കണക്കുകളുടെ പിൻബലത്തോടുകൂടി ഡിജിറ്റലായി നമുക്ക് പറയുവാൻ കഴിയും. ഓരോ ഡിജിറ്റിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ എത്ര രൂപ വരുമാനം, എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കുറേ കാലമായി സംസ്ഥാനത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി മൂലം എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയെ സംബന്ധിച്ച് നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്യുന്നു. ആ പ്രതിസന്ധി കടന്നു കയറാത്ത ഒരു മേഖലയുമില്ല. നമുക്കറിയാം, അന്നക്കുട്ടി അതുപോലെ മറിയക്കുട്ടിയും ഒക്കെ പരസ്യമായി രംഗത്ത് വന്നതും, അതുപോലെ തന്നെ പലരും കർഷകർ ആത്മഹത്യ ചെയ്തതും, നമ്മുടെ ഭിന്നശേഷിക്കാരനെ ആത്മഹത്യ ചെയ്തതും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അത് മറികടക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമായി ആ ബഡ്ജറ്റിലൂടെ പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ തുടക്കത്തിൽ ഉൾപ്പെടെ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ്. നമുക്ക് കൃത്യമായി ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട്. ആ പ്രതിസന്ധി മറികടക്കുവാൻ അതിനപ്പുറത്തേക്ക് കടന്ന് നമുക്ക് നമ്മുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടുന്ന നടപടികൾ ഞങ്ങൾ ഇന്ന കാര്യങ്ങളിലൂടെ ഇവിടെ സാമ്പത്തികമായ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നോക്കൂ, കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി 2016 പുറത്തു പോയതിന് ശേഷം UDF-ന്റെ നേതൃത്വത്തിൽ തന്നെ ഒന്നിലധികം തവണ UDF-ലെ ഓരോ കക്ഷികളും അതുപോലെ തന്നെ UDF-ലെ ഒറ്റക്കെട്ടായും ഇത്തരത്തിൽ ഇതിനെ സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കുകയുണ്ടായി സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ നമ്മൾ പരിപാലിക്കേണ്ട അഥവാ നമ്മൾ വ്യക്തത വരുത്തേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് പോകും. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും വീഴ്ചകളുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ അവനവൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് വേണമല്ലോ അത്തരം സമരങ്ങളിലേക്കൊക്കെ പോകാൻ. അപ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും, നമ്മുടെ സംസ്ഥാനം ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊന്നും ഈ ബഡ്ജറ്റിൽ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് തനിയാവർത്തനങ്ങളാണ്. പല കാര്യങ്ങളും പല പദ്ധതികളും ഇതിനെ സംബന്ധിച്ച് തനിയാവർത്തനങ്ങളായി മാത്രം പറയുന്നു. മുൻ സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ചെലവുകളെ സംബന്ധിച്ച് ആ ചെലവ് നമ്മൾ ബഡ്ജറ്ററി പ്രൊവിഷൻ എത്രയുണ്ടായിരുന്നു, അതിൽ എത്ര ശതമാനം ഇതിനോടകം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനം നടത്തി വളരെ കൃത്യമായി പറഞ്ഞു. അതിന് മറുപടി പറയുവാൻ ഈ സംസ്ഥാനത്ത് നിന്ന് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? സംസ്ഥാനത്തിൻ്റെ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? നമുക്ക് ഉദാഹരണമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് കാർഷിക മേഖലയിൽ 38 ബഡ്ജറ്റ് അലോക്കേഷൻ്റെ 38% മാത്രമാണ്. അതായത് 62% ഇപ്പോഴും അത്തരത്തിൽ ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രാമവികസന മേഖലയിൽ 46% ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല.
സഹകരണ മേഖലയിലെ 92%, 91.16% ചെലവഴിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ജലസേന മേഖലയിൽ 65%, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പാക്കേജുകളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ആ പ്രസംഗത്തിലുള്ള പല കാര്യങ്ങളും അതിൻ്റെ ചില തുകകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തതിനപ്പുറത്തേക്ക് അതേ വാചകങ്ങൾ തന്നെ ആവർത്തിക്കുന്ന രീതിയിൽ ഇപ്പോൾ പാക്കേജുകളെ സംബന്ധിച്ച് പറഞ്ഞു. അത് ഇടുക്കി പാക്കേജ് ആയാലും വയനാട് പാക്കേജ് ആയാലും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം അലോക്കേഷൻ ഉണ്ടായിട്ടുള്ള ആ തുകകൾ പോലും വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കാതെയാണ് പുതിയ പാക്കേജുകളെക്കുറിച്ച് പറയുന്നത്. ഇവിടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സർക്കാർ പറഞ്ഞു പോകുമ്പോൾ അവർ ഏറ്റവും എടുത്തു കാണിക്കുന്നതും കൊട്ടിഘോഷിക്കുന്നതും വിഴിഞ്ഞത്തെക്കുറിച്ചാണ്. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പദ്ധതിയും പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്ന് ഇവിടെ സമരം നടത്തിയ അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി കുറിച്ച് വാതോരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കൊച്ചിൻ മെട്രോ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ. ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, നമ്മൾ സ്വാഭാവികമായും സാമൂഹ്യ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ അഥവാ കൂട്ടുമെന്നോ അല്ലെങ്കിൽ ഉള്ളത് കൊടുക്കുന്നത് എപ്പോഴാകുമെന്നോ ഒക്കെ പറഞ്ഞിരുന്നു. ഒറ്റ അക്ഷരം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. നോക്കൂ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവരുടെ നയത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം, ഇവിടെ സ്വകാര്യ നിക്ഷേപം അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വ്യവസായ മേഖലയിലും ടൂറിസം മേഖലയിലും അതിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണനിലേക്കൊന്ന് ഉന്നത വിദ്യാഭ്യാസം ഞാൻ ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞു വന്നങ്ങ് അവസാനിപ്പിച്ചോട്ടെ. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അത്തരത്തിൽ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് ഉൾപ്പെടെ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ എടുക്കും എന്ന് ഈ ബഡ്ജറ്റിൽ പറയുമ്പോൾ ആദ്യം മാപ്പ് പറയേണ്ട 2 വ്യക്തിത്വങ്ങൾ ഇപ്പോഴുമുണ്ട് ഈ സംസ്ഥാനത്ത്. ഒന്ന് ശ്രീ TP ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ കരണക്കുറ്റിക്ക് അടിച്ചത് SFIയുടെ ഒരു നേതാവ് പരസ്യമായി അടിച്ചത് നമ്മൾ കണ്ടതാണ്. എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകളും അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകളുടെ ക്യാമ്പസുകളും സംസ്ഥാനത്ത് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു സെമിനാർ നടത്താൻ കോളത്ത് പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായത്. ആദ്യം ബാലഗോപാൽ അദ്ദേഹത്തോട് മാപ്പ് പറയണം. മറ്റൊന്ന്, CPM എപ്പോഴും ശ്രീ കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെ വാതോരാതെ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന്. ജീവിക്കുന്ന രക്തസാക്ഷിയായി CPM-ന്റെ ഒരു സഹപ്രവർത്തകൻ കണ്ണൂരിലുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തതാണ്. അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ശരിയാണ്. എന്തിൻ്റെ പേരിലാണ്? ഈ സംസ്ഥാനത്ത് സ്വാശ്രയ മേഖലകളിൽ കോളേജുകൾ തുടങ്ങാതിരിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇപ്പോഴും ശയ്യാവലംബിയാണ്. അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഈ സഖാക്കന്മാർ പോകുന്നല്ലോ. നിങ്ങൾ പോയി അദ്ദേഹത്തോട് മാപ്പ് പറയണം. ആദ്യം ഒരു പാർട്ടി അംഗീകരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണ്ടേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അത് തുറന്നു പറയണം. ആ പാർട്ടി അംഗീകരിച്ചോളൂ. പക്ഷെ പാർട്ടി അംഗീകരിക്കുമ്പോൾ ആദ്യം ആ പുഷ്പന്റെ വീട്ടിൽ പോയി പുഷ്പന്റെ കാലിൽ തൊട്ട് തൊഴണം. ഈ ധനകാര്യമന്ത്രി, ഈ വിദ്യാഭ്യാസ മന്ത്രി അത് ചെയ്യണ്ടേ? തെറ്റിദ്ധരുത്തണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊപ്പമുള്ള CPM-ന്റെ പ്രതിനിധിക്ക് ഇതിന് മറുപടി ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ താങ്കളിലേക്ക് എത്താം. നമ്മൾ ആ വിഷയത്തിലേക്ക് വളരെ ഗൗരവതരമായി പോകേണ്ടതുണ്ട്. അതിനു മുൻപായി ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിരിക്കുന്നത് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണത് ധനമന്ത്രി തന്നെ എടുത്തു പറയുന്നുണ്ട്. അത് കേന്ദ്രത്തിന് വിമർശനമുണ്ട്. ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത തരം സാമ്പത്തിക ഉപരോധം എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ ധനമന്ത്രി എങ്ങനെയാണ് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നത് എന്നത് ബജറ്റിൽ വിശേഷിപ്പിച്ചതും. ഈ സാമ്പത്തിക പ്രതിസന്ധി, നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ എന്ത് മാർഗം എന്നത് ബജറ്റിലില്ല. ഇത് പ്രതിപക്ഷം ഈ ബജറ്റ് പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. ഏറ്റവും ആദ്യം വേണ്ടുന്ന ചില കാര്യങ്ങളിൽ ഒന്നാകേണ്ടിയിരുന്നു അത് എന്ന്. അതിന് മറുപടി എന്താണ്? സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള, അതായത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തര നയങ്ങളുടെ സൃഷ്ടിയല്ല. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട നികുതിയുടെ ഭൂരിപക്ഷവും പിരിച്ചു കൊണ്ടുപോകുന്നു. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ രൂപീകൃതമായിരിക്കുന്ന ധനക്കമ്മീഷൻ നിർദ്ദേശിക്കുന്ന വിഹിതം പോലും സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ല. ഇതാണ് ഇന്ത്യയിലെ എല്ലാ, കേരളം മാത്രമല്ല, കർണാടകയായാലും തമിഴ്നാടായാലും എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനപ്രതിസന്ധിയുടെ വളരെ അടിസ്ഥാനപരമായ കാരണം. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതം നൽകുന്നില്ല എന്ന് മാത്രമല്ല, വായ്പയെടുക്കാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള എല്ലാ തുകകളും നിരന്തരമായി നിഷേധിക്കുകയാണ്. ഈ ഒരു സാഹചര്യം കേരളത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെ നമ്മൾ മറികടക്കുന്നത് ഈ കടുത്ത പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലും അത്തരം ഭീഷണിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ മറികടക്കുന്നത്? ബജറ്റ് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. തനത് വരുമാനം നമ്മൾ വർദ്ധിപ്പിച്ചു, നമ്മുടെ റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചു, റവന്യൂ നികുതി വർദ്ധിപ്പിച്ചു. 2020-21 വർഷത്തെ നികുതി വരുമാനത്തിൽ നിന്ന്
23% നികുതി വരുമാനം എങ്ങനെയാണ് കേരളത്തിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്? അതിന് യാതൊരു സംശയവുമില്ല. പ്രാഥമികമായ സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഉൽപ്പാദന മേഖലയിലും വാണിജ്യ മേഖലയിലും ഉണ്ടായ ഉണർവാണ്, ഉത്തേജനമാണ്, അതിൻ്റെ വളർച്ചയാണ് നമ്മുടെ വരുമാനത്തിൽ, റവന്യൂ വരുമാനത്തിൽ ഈ വിധമൊരു വർധനവുണ്ടാകുന്നതിന് കാരണം. അത് കേന്ദ്ര ധനമന്ത്രി തന്നെ കേന്ദ്ര ബജറ്റിൻ്റെ ധനവിഭവ രേഖയിൽ സംസ്ഥാനങ്ങളിലെ തനത് വരുമാനം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിപ്പോൾ കേരളത്തെ ഉദ്ധരിക്കുന്നുണ്ട്. കേരളം ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ഇത് പഴയ ബജറ്റിൻ്റെ ആവർത്തനമാണെന്ന്. അപ്പോൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന 2016 ശേഷം ആരംഭിച്ചിരിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ, കേരളവുമായി ബന്ധപ്പെട്ട വികസനങ്ങളുടെ, അതിനുവേണ്ടിയുള്ള വിഭവസമാഹരണത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ബജറ്റ്. ആ രീതിയിലുള്ള ഒരു നയരേഖ തന്നെയാണ് ബജറ്റ്. ഒരു വികസന പദ്ധതിയും വെട്ടിക്കുറക്കില്ല, ഒരു ക്ഷേമച്ചെലവുകളും വെട്ടിക്കുറക്കില്ല. അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാവശ്യമായിട്ടുള്ള വിഭവ സമാഹരണത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്ക് അവകാശപ്പെട്ട കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ 67% കേന്ദ്രമാണ് തട്ടിയെടുക്കുന്നത്. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇന്ത്യ നേരിടുന്ന ഫെഡറൽ ക്രൈസിസുമായി ബന്ധപ്പെട്ട്, ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളിയായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് നടത്തുന്ന എല്ലാ പദ്ധതികളുടെയും ആ പദ്ധതികളുടെ ചെലവ് ആരാ വഹിക്കുന്നത്? 62-63% സംസ്ഥാനങ്ങളാണ്, കേന്ദ്രമാണ്, സംസ്ഥാനങ്ങളാണ്. 37% മാത്രമാണ് ആര് വഹിക്കുന്നത്? കേന്ദ്രം വഹിക്കുന്നത്. അപ്പോൾ നികുതി വരുമാനത്തിൻ്റെ ഭൂരിപക്ഷവും കേന്ദ്രം കൊണ്ടുപോവുക, സംസ്ഥാനങ്ങളുടെ ചെലവിൻ്റെ ഭൂരിപക്ഷവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാവുക. ഈ വൈരുദ്ധ്യം ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഇന്നത്തെ ഒരു ചരിത്ര സന്ദർഭത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അത് കോൺഗ്രസും ഇടതുപക്ഷവും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ഈ പ്രതിസന്ധിയുണ്ട്. പക്ഷേ BJPക്ക് കേന്ദ്ര സർക്കാർ എന്താണ്, അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ച് ആനുകൂല്യങ്ങൾ നൽകുന്നു, വിഭവങ്ങൾ നൽകുന്നു എന്നാണ്. പക്ഷേ കേരളം പോലെ തങ്ങൾക്ക് അനഭിമതമായ സർക്കാരുകളുള്ള സ്റ്റേറ്റുകളിൽ വിഹിതങ്ങൾ എല്ലാ അർത്ഥത്തിലും നിഷേധിക്കുന്നു. അങ്ങനെ വായ്പ എടുക്കാനുള്ള പരിധിയിൽ തന്നെ 19,000 കോടി രൂപ നമുക്ക് ലഭിക്കേണ്ട തുക നിഷേധിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കിയാലും ഈ നിഷേധം. ഇപ്പോൾ ഗ്രാൻറ്റുകൾ വെട്ടിക്കുറക്കുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ചെലവാക്കിയ തുക, ആ തുക പോലും എന്താണ് പിടിച്ചു വെച്ചിരിക്കുക, അത് കുടിശ്ശിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി എന്താണ്? കേരളത്തിൻ്റെ ഒരു ആഭ്യന്തര സൃഷ്ടിയായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ, ഇന്ത്യയിലെ എല്ലാ ഫെഡറൽ യൂണിറ്റുകളും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്, കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതിനെ നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. അതിന് രാഷ്ട്രീയമായ തീരുമാനമുണ്ടാക്കണം. ആ അർത്ഥത്തിൽ കേന്ദ്രത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ ഈ രാജ്യത്തെ ഭരണപക്ഷ പാർട്ടികൾ മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാവണം. കർണാടകയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു പോകുന്നു, തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു പോകുന്നു. കേരളത്തിലെത്തുമ്പോൾ എന്താണ്? പ്രതിപക്ഷം BJPയുടെ രാഷ്ട്രീയ അജണ്ടയെ ചോദ്യം ചെയ്യാൻ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല. അവരെന്താണ്? എപ്പോഴും എന്താണ്? BJPയെ, കേന്ദ്ര സർക്കാരിൻ്റെ ഈ രീതിയിലുള്ള നിഷേധാത്മകമായ നിലപാടിനെ വിമർശിക്കാതെ എല്ലാത്തിനും കാരണം കേരളമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അധ്യക്ഷനായിരിക്കുന്ന നീതി ആയോഗ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും മനുഷ്യ ജീവിത ഗുണനിലവാരത്തെ, സാമൂഹ്യ രംഗത്ത്, വികസന രംഗത്ത്, അതേപോലെ തന്നെ പോലീസിംഗ് രംഗം, ഓരോ രംഗത്തുമുണ്ടായ വളർച്ചയെ പരിശോധിക്കുമ്പം കേരളം നമ്പർ 1 ആണ്. ഒരു കാര്യത്തിൽ മാത്രമല്ല, ആ അർത്ഥത്തിൽ സമഗ്രമായ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വികസനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? പുതിയ കാലം, പുതിയ സാഹചര്യം ആവശ്യപ്പെടുന്ന തരത്തിൽ ഈ വികസനത്തെ, ഈ നേട്ടങ്ങളെ സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമായിട്ടുള്ള സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത അർത്ഥത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ജനങ്ങളുടെ കൈകളിലേക്ക്, സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്തിൻ്റെ വലിയ വിഹിതം ആരോഗ്യ ചികിത്സയായും വിദ്യാഭ്യാസമായും നിരവധി ക്ഷേമ പെൻഷനുകളുമായി ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ്.
ആ അർത്ഥത്തിൽ ജനങ്ങളുടെ ക്രയശേഷി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ് കേരളം ചെയ്യുന്നത്. നമുക്കിപ്പോൾ ചില ആഗോളതലത്തിലുള്ള ചില മാർക്കറ്റിംഗ് സർവേകളൊക്കെ എടുത്തു നോക്കിയാൽ ലോകത്തിൽ നിറങ്ങുന്ന ഏറ്റവും പുതിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഉപഭോഗ സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഫീൽഡ് ടെസ്റ്റ് നടത്തുന്നത് യൂറോപ്പിലും ടോക്കിയോയിലും ന്യൂയോർക്കിലും മാത്രമല്ല, ഇന്ന് കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? 60-65% വരുന്ന ജനങ്ങളുടെ കൈകളിലേക്ക് പണമെത്തിക്കാൻ കഴിയുന്നു. ഏറ്റവും ദരിദ്രരും മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആളുകളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിനെ എല്ലാ പ്രതിസന്ധിയിലാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം പോലും നിഷേധിച്ചുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കിയിട്ട് അതിന് കേന്ദ്രം വഹിക്കേണ്ട തുക തരാതെ അത് കുടിശ്ശിയാക്കിക്കൊണ്ട് കേരളത്തെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതാണ് ശ്രീ PR ശിവശങ്കർ. ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിമർശനമാണ് ബജറ്റിൽ ഉടനീളം കാണുന്നത് എന്ന് പറയുമ്പോഴും അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നു. ഇത് വികസനം നടത്തുന്നു, കേരളം എന്നതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ് എന്നതടക്കമുള്ള ഒട്ടേറെ വിമർശനങ്ങളുണ്ട് കേന്ദ്രത്തിനെതിരെ. താങ്കൾ അതെല്ലാം വായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നതും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ വിമർശനം എന്നതിനപ്പുറത്തേക്ക് കഴമ്പുള്ളതാണ് എന്നതാണ് അല്പസമയം മുൻപ് പോലും നമ്മളോട് സംസാരിച്ച് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതേക്കുറിച്ച് പറഞ്ഞു പോകാതെ ഇരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ബജറ്റ് പ്രസംഗത്തിലും ഇത്തരം പരാമർശങ്ങൾ പലയിടങ്ങളിലും ഉൾപ്പെടുത്തേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അല്ല, അതല്ലാത്ത സംസ്ഥാനങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഒരിക്കൽ കൂടി 24-നോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കഴമ്പുള്ള വിമർശനങ്ങളാണ് എന്നതാണ് മറുവാദം. ഞാൻ ഇതിനെ 3 ഘട്ടമായിട്ട് വിഭജിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇപ്പോൾ ആദ്യം ഈ കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറഞ്ഞ മറുപടിയും അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളും. എനിക്ക് തോന്നുന്നു അദ്ദേഹം ബജറ്റ് നടന്നതായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം ചാനലിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. കേന്ദ്ര ഭരണത്തിനെതിരെയുള്ള ഒരു സ്പീച്ച് അദ്ദേഹം ഒരു ഗ്രാമങ്ങളിലെങ്ങാനും നിന്ന് പ്രസംഗിക്കുന്ന അതേ ഒരു ലാഘവത്തോടെ മറ്റുള്ളവർക്കൊന്നും കണക്കറിയില്ല, ഇദ്ദേഹത്തിന് മാത്രമേ കണക്കറിയുള്ളൂ. CPM-ൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലൊക്കെ പ്രസംഗിക്കുന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ 2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ചെലവാക്കുന്ന വികസന പ്രവർത്തനം, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 120 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തുന്നു. അതിൽ 100 കോടിയും കേന്ദ്ര സർക്കാർ നൽകുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 173 കോടിയുടെ വികസന പ്രവർത്തനം നടത്തുന്നു. അതിൽ 120 കോടിയും കേന്ദ്ര സർക്കാർ നൽകുന്നു. 193 കോടി കോഴിക്കോട് വികസനം നടത്തുന്നു. അതിൽ 120 കോടിയും കേന്ദ്ര സർക്കാർ നൽകുന്നു. ശ്രീചിത്രയിൽ 143 കോടിയുടെ വികസനം നടത്തുന്നു. അതിൽ 100 കോടിയും കേന്ദ്ര സർക്കാരിൻ്റെ പണമാണ്. ഇതൊന്നും അദ്ദേഹം കാണുന്നില്ല. ഇങ്ങനെ ഞാൻ എത്ര വേണേൽ കണക്ക് പറഞ്ഞു തരാം. അതേപോലെ തന്നെ ഇവിടെ ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി 256 കോടി മുഴുവൻ സംസ്ഥാന സർക്കാർ എടുത്തു. PM മത്സ്യസുരക്ഷ 13,266 കോടി, 7,355 കോടി മാത്രം ചെലവിട്ടുള്ളൂ. ബാക്കി പദ്ധതി പോലും നൽകിയിട്ടില്ല. ഇത്തരത്തിൽ ഞാൻ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് വായിക്കാം. പക്ഷേ ബജറ്റിൽ തന്നെ കാര്യമായ വിമർശനം എനിക്ക് ഉന്നയിക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം ദയവായി ബഡ്ജറ്റ് വായിച്ചു നോക്കിയിട്ട് ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ബഡ്ജറ്റിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ ഈ കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള എതിർപ്പും അതുപോലെ തന്നെ സിയാലും വിഴിഞ്ഞവും ഷിപ്പ്യാർഡും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം ഗവർണറുടെ മറ്റേ പ്രസംഗത്തെക്കാൾ ചെറുതായി പോയേനെ. കാരണം ഏതാണ്ട് ഞാൻ വായിക്കുമ്പോൾ 10ാമത്തെ ഒരു പോയിന്റ് തൊട്ട് സിയാൽ മോഡൽ വികസനം നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞു തുടങ്ങിയേക്കണേ. ഏതാണ്ട് 25ഓളം പോയിന്റിൽ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് വാട്ടർ മെട്രോ വികസനത്തെക്കുറിച്ചാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട 25 പോയിന്റ് വലിയ പാരഗ്രാഫിൽ പറഞ്ഞു തീർക്കുന്നത്. ഒരു 10-17 പേജുകൾ ഇതാണ് പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ ഈ സിയാൽ മോഡൽ എല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നിരന്തരം ആവർത്തിക്കുന്നതാണ്. ഈ ആവർത്തന വിരസത ഒഴിവാക്കാനെങ്കിലും അദ്ദേഹം ഈ പോയിന്റുകളൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. പിന്നെ പ്രധാനമന്ത്രി ഷിപ്പ്യാർഡിൽ 4000 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് വികസന പദ്ധതി ഷിപ്പ്യാർഡ് നടത്തില്ലേ? അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ ഷിപ്പ്യാർഡിലെ വികസന പദ്ധതികൾ നടപ്പിലാണല്ലോ ഷിപ്പ്യാർഡിലെ ഒരു ബോർഡും അതിൻ്റെ ജനറൽ മാനേജറും അതിൻ്റെ CMD ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതിയുടെ അതേപോലെ വാട്ടർ മെട്രോ അതേപോലെ തന്നെ നാഷണൽ ഹൈവേ ഇതെല്ലാമാണ് ഇവർ ഈ പറയുന്ന പല പോയിന്റിലും പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് പറയുന്നത് 57ാമത്തെ പോയിന്റ്, ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കും എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കും, എന്നിട്ട് അതിന് കൊടുക്കുന്ന പേരാണ് അതിലും അത്ഭുതമായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ APJ അബ്ദുൽ കലാം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി.
APJ അബ്ദുൽ കലാമിനെ ആകാശത്തിലേക്ക് വാണം വിടുന്ന ആളെന്ന് പറഞ്ഞ് കളിയാക്കിയ മുഖ്യമന്ത്രിയുള്ള നാടാണ്. ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പേരൊന്നും പറയുന്നില്ല, വയ്യാണ്ടിരിക്കുന്ന കാരണം. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് APJ അബ്ദുൽ കലാമിനെ എവിടെയൊക്കെ കളിയാക്കാമോ, എവിടെയൊക്കെ ഒഴിവാക്കാമോ എവിടെയെല്ലാം ഒഴിവാക്കിയതും. എന്നിട്ടിപ്പോൾ APJ അബ്ദുൽ കലാമിനോട് മാപ്പ് പറഞ്ഞു എന്ന പോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, സന്തോഷം, നല്ല കാര്യം, നടക്കട്ടെ. 3 മികവിൻ്റെ കേന്ദ്രങ്ങൾ, എന്നിട്ട് 10 കോടി രൂപ അതിന് അനുവദിക്കും. പിന്നെ 71 കോടി മുടക്കി ആസ്ഥാന മന്ദിരം പണിയും. ആസ്ഥാന മന്ദിരം പണിത മികവിൻ്റെ യൂണിവേഴ്സിറ്റി ആവുമോ? ഇവരോട് ആരാ പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിക്ക് 71 കോടി മതിയെന്ന് മുതൽ മുടക്കാൻ? ഇത്തരത്തിലുള്ള മണ്ടകൾ. പക്ഷേ ഈ മണ്ടത്തരങ്ങളൊന്നും അല്ല കേട്ടോ, ഇതിനേക്കാൾ വലിയ മണ്ടത്തരങ്ങൾ നേരത്തെ തോമസ് ഐസക്ക് പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം രൂപ മുടക്കി വെക്കുന്നു. എന്തിനാണ്? കോവിഡിനെതിരായുള്ള വാക്സിനുള്ള ഫാക്ടറി സ്ഥാപിക്കാൻ 10 ലക്ഷം രൂപ വെച്ച ബജറ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുൻപിൽ. എന്നിട്ട് അതിൽ പറയുകയാണ് 10 കോടി രൂപ മാറ്റിവെക്കും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ. SC/ST വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് സ്കോളർഷിപ്പ്, ഇവിടുത്തെ സ്കോളർഷിപ്പ് മറ്റേ ഇത് നൽകിയിട്ടില്ല. ഈ സംസ്ഥാനത്ത് ST/ST വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോ പഠിക്കുവാനുള്ള അവകാശമോ നൽകാത്തടത്താണ് ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കുമെന്നും. ഇതിലിപ്പോൾ വളരെ സിമ്പിളായി ശ്രീ PR ശിവശങ്കർ വളരെ സിമ്പിളായി ധനമന്ത്രി പറഞ്ഞു വെക്കുന്നത് ഇത്ര മാത്രമാണ്: കേന്ദ്രം തരേണ്ടുന്നത് കേരളത്തിന് തന്നാൽ മതി, സാമ്പത്തിക പ്രതിസന്ധി അവസാനിക്കും. ഇത് പറയുന്നത് കേരളത്തിന്റെ ധനമന്ത്രിയാണ്. ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാട്ടിയ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കേരളം അഭിമുഖീകരിക്കുന്ന ധനപ്രതിസന്ധിയെക്കുറിച്ച് ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് 24-നോട് അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അത് അവർ സുപ്രീം കോടതി പോയിട്ടുണ്ടല്ലോ, സുപ്രീം കോടതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. 24-ലും ഇന്നലെ ചർച്ച ചെയ്തല്ലോ. അതിൽ കൃത്യമായി എത്രയാണ് ഇപ്പോൾ കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ 5 വർഷം ഇവർ തന്നെ ഒപ്പിട്ടെടുത്ത കാര്യമാണ്. ഇത്രയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് കിട്ടേണ്ട തുക എന്ന്. പിന്നെ അതെങ്ങനെ വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവർ തന്നെ വെട്ടിക്കുറയ്ക്കാൻ ഒപ്പിട്ട് കൊടുത്തോ? GST വിഹിതം നഷ്ടപരിഹാരം ഇത്ര ഉണ്ടാവുള്ളൂ എന്ന് ഇവർ തന്നെ അംഗീകരിച്ചു. ഇവർ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് കൃത്യമായിട്ട് എഴുതി വാങ്ങിക്കുകയും ചെയ്താൽ കിട്ടിയണം. അത് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കിട്ടാനുള്ള തുക ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ തുക കൂടുതലും മേടിച്ചു. അപ്പോൾ ഒന്നും കിട്ടിവെച്ച തുക പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ബഡ്ജറ്റായിട്ടുള്ള പ്രശ്നമല്ല, അത് ബഡ്ജറ്റിലേക്ക് ഇവരുടെ ദാരിദ്ര്യം ഇറക്കുകയാണ്. ഞാൻ ചരിത്രപരമായി മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് സത്യത്തിൽ കുഞ്ഞിക്കണ്ണൻ സാറൊക്കെ കൃത്യമായിട്ട് പറയേണ്ടത്, ഇത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി കമ്മ്യൂണിസവുമായി പോലും ബന്ധമില്ലാത്ത ഒരു അവസാന നിമിഷമെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന നിലയിൽ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ തുടച്ചു മാറ്റുന്ന ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. കാരണം അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നൊക്കെ നമുക്ക് അങ്ങനെ ആ തരത്തിലേക്കൊക്കെ പരാമർശം നടത്തുന്നത് ശരിയാണോ ശ്രീ PR ശിവശങ്കർ? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഇത് ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഇതിപ്പോൾ നമ്മൾ പറയുന്ന വിഷയവുമായി ബന്ധമില്ല എന്നുണ്ടെങ്കിൽ പോലും അത്തരത്തേക്കുള്ള പരാമർശം ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊപ്പം മറ്റ് 2 അതിഥികൾ കൂടിയുണ്ട്, ശ്രീ മനോജ് രവിയും ഡോക്ടർ മേരി ജോർജും. ഞാൻ 2 അതിഥികളിലേക്ക് എത്തും ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം. തിരികെ ചർച്ചയിലേക്ക്. ഡോക്ടർ മേരി ജോർജ്, ഇവിടെ ഇപ്പോൾ വരവ് 1.38 ലക്ഷം കോടി, ചെലവ് 1.84 ലക്ഷം, അതുപോലെ തന്നെ 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ അധിക വിഭവ സമാഹരണം അത് എന്താണ് അതിനുള്ള മാർഗം എന്നുള്ളതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭൂമിയുടെ ന്യായവില, അതുപോലെ കോടതി ഫീസ്, മദ്യവുമായി ബന്ധപ്പെട്ടത്, കമ്പനികൾ ലാഭത്തിൽ നൽകേണ്ടുന്ന ഒരു വിഹിതം ഉയർത്തുന്നു, അങ്ങനെയൊക്കെ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഏത് തരത്തിലേക്ക് ഇതിൽ അധിക വിഭവ സമാഹരണത്തിന് നീക്കമുണ്ട്? താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് അനുജ, ആദ്യം തന്നെ എൻ്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ വന്നിരിക്കുന്ന ചർച്ചക്കാരിലെല്ലാവരിലും സീനിയറാണ് ഞാൻ. ആ സീനിയോറിറ്റിയുടെ മെറിറ്റെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഈ 4ാം സ്ഥാനത്തേക്ക് എന്നെ തഴയുകയില്ലായിരുന്നു. സാധാരണ നല്ല ചാനൽസ് ഒന്നും തന്നെ അങ്ങനെ തഴയാറില്ല താനും. എങ്കിലും അനുജ ഒരു വനിതയായതുകൊണ്ട്, അനുജയുടെ സ്ഥാനത്ത് ഒരു പുരുഷനാണ് ആങ്കറായിട്ടിരുന്നെങ്കിൽ ഞാൻ അല്ല ഡോക്ടർ മേരി ജോർജ്, നമ്മൾ ഇതിനു മുൻപ് പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരു വനിതയായതുകൊണ്ട് നമ്മൾ ഇതിനു മുൻപ് പല ചർച്ചകളിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ളവരാണ്. ഇതിൽ ഞാനിതൊരു രാഷ്ട്രീയം എന്ന തരത്തിലേക്ക് ഇത്തവണത്തെ ഒന്ന് കേൾക്കൂ ഡോക്ടർ മേരി ജോർജ്. ഇത്തവണത്തെ ബജറ്റിൽ രാഷ്ട്രീയമായി ഒട്ടേറെ പരാമർശങ്ങൾ, അതൊരു രാഷ്ട്രീയ പ്രസംഗം ആയി മാറിയിട്ടുണ്ട് എന്ന വിമർശനം കൂടി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരിൽ നിന്ന് ഈ ചർച്ച തുടങ്ങിയത്. താങ്കൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ശരി, അത് അനുജ പറഞ്ഞത് പരമാർത്ഥമാണ്. അല്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ല. അവർ 3 പേരും താങ്കളുടെ സീനിയോറിറ്റിയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് താങ്കളെ, അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ചർച്ചയിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നത്. ശരി
അതെ. അപ്പോൾ അനുജ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരാതെ മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ അവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ അതിനോട് ശക്തമായ വിയോജിപ്പ് എനിക്കുണ്ട്. എന്ന് വെച്ച് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നില്ല. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ ധനപ്രതിസന്ധി എന്ന് പറയുന്നതിൻ്റെ 25% കേന്ദ്രത്തിൻ്റെ സംഭാവനയാണ്. പക്ഷേ ബാക്കി 75% സംസ്ഥാനത്തിൻ്റെ സ്വയംകൃതാനർത്ഥമാണ്. അപ്പോൾ പിന്നെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, അതായത് ബജറ്റിൻ്റെ ആമുഖത്തിൽ തന്നെ മിസ്റ്റർ ബാലഗോപാൽ പറയുകയുണ്ടായി, തകർക്കാൻ ശ്രമിച്ചാലും. അപ്പോൾ ആരൊക്കെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്. പിന്നെ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിനെതിരെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 75% അങ്ങനെയൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായത് നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന നിലയിൽ ഈ തരത്തിലേക്ക് ഇപ്പോൾ ഇന്ന് ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞ അദ്ദേഹം ഉപയോഗിച്ച വാചകം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധം തീർത്തിരിക്കുകയാണ് കേന്ദ്രം എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് ഇതിനു മുൻപൊന്നും നമുക്ക് കേട്ടുകേൾവി പോലുമില്ല എന്നാണ് നമ്മുടെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ അത് വാസ്തവ വിരുദ്ധമാണ് എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും അത് വാസ്തവ വിരുദ്ധമാണ്. അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിലാണല്ലോ ഇവരുടെ കേസ് ഇരിക്കുന്നത്. ആ കേസിൻ്റെ വിധി വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും ഈ പറഞ്ഞത് പൊള്ളയായ ഒരു വായ്ത്താരി മാത്രമാണ്. വളരെ കാലമായി കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് സംസ്ഥാനം ധൂർത്തും അഴിമതിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കാൻ എൻ്റെ കയ്യിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ബജറ്റിനെ പറ്റിയുള്ള ചർച്ചയായതുകൊണ്ട് ഞാൻ ബജറ്റിലേക്ക് പോവുകയാണ്. പക്ഷേ കുഞ്ഞിക്കണ്ണനോട് ഞാൻ തീർത്തും നിസ്സഹകരണത്തിലാണ്. മറിച്ച് മറ്റു രണ്ടുപേരും പറഞ്ഞത്, അതായത് അദ്ദേഹം ആദ്യം സംസാരിച്ച കോൺഗ്രസിൻ്റെ വക്താവ്, അദ്ദേഹം പറഞ്ഞത് അതായത് സംസ്ഥാനത്തിൻ്റെ കുഴപ്പം തന്നെ എന്നാണ്. അതുപോലെ തന്നെ അതിനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ടല്ല ഞാൻ അംഗീകരിക്കുന്നത്. എനിക്ക് 101% എൻ്റെ കയ്യിൽ അതിന് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ടാണ്, അതായത് കേന്ദ്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെങ്കിൽ ഒറ്റ ചോദ്യം മാത്രം ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കർണാടകത്തിലും പിന്നെ തമിഴ്നാട്ടിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒന്നും ധനപ്രതിസന്ധി ഇല്ല? ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവസാനത്തെ കടം GSDP റേഷ്യോ അനുസരിച്ചുള്ള കണക്കനുസരിച്ച് വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, കേരളം ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് GSDPയുടെ 29% നിജപ്പെടുത്തണം എന്ന് പറയുന്ന സഞ്ചിത കടം 35% മുകളിൽ പോയിരിക്കുന്നത്. നമ്മുടെ ബജറ്റ് എടുത്തു നോക്കി, കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എടുത്തു നോക്കിയാൽ അറിയാം അത് 36.05% ആണെന്ന്. പക്ഷേ അതിൻ്റെ കൂടെ കിഫ്ബി വഴിയുള്ള കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുള്ള 40,000 കോടി കൂടി കൂട്ടിച്ചേർക്കുമ്പോഴുള്ള പെർസെൻറ്റേജ് എത്രയായിരിക്കുമെന്ന് അനുജ ആലോചിച്ചാൽ മതി. മിസ്റ്റർ കുഞ്ഞിക്കണ്ണനും അതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് വേണം കേന്ദ്രത്തെ തല്ലാൻ. വെറുതെ കേന്ദ്രത്തെ കിട്ടിയ വടി കൊണ്ട് അടിച്ചു കളയാമെന്ന് വിചാരിക്കരുത്. കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയുടെ ഗവൺമെൻറ്റാണ്, നമ്മുടെ എല്ലാവരുടെയും ഗവൺമെൻറ്റാണ്. ആ ഒരു പരിഗണന വെച്ച് എപ്പോഴും വെറുതെ കേന്ദ്രത്തെ തല്ലാനും ഒക്കെ പോകാവൂ. അപ്പോൾ ഇനി എന്നോട് അനൂജ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ കൃത്യമായിട്ട് വരികയാണ്. ചോദ്യത്തിൻ്റെ ഏതാനും ഭാഗങ്ങളൊക്കെ, അതായത് എങ്ങനെയാണ് വിഭവ സമാഹരണം, അതായത് വിഭവ സമാഹരണത്തിനുള്ള സാധ്യത അധികവും ശ്രീ ബാലഗോപാൽ കഴിഞ്ഞ ബജറ്റിൽ തന്നെ തീർത്തിരുന്നു. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ 2 രൂപ സെസ് വെച്ചു, അത് സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന് പറഞ്ഞു. അതുപോലെ മദ്യത്തിൻ്റെ നികുതി വളരെയധികം ഉയർത്തി. മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങും, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മദ്യനികുതിയുള്ള സംസ്ഥാനമായി തീർന്നു കേരളം. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ മദ്യപന്മാർ അടുത്ത സംസ്ഥാനത്ത്, അതായത് മയ്യഴിയിൽ പോയവരുണ്ട്, അതുപോലെ മറ്റ് കർണാടകത്തിലേക്ക് ഷിമോഗ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒക്കെ പോയവരുണ്ട്. അവിടെയൊക്കെ പോയി ലാർജ് സ്കെയിലായിട്ട് വാഹനങ്ങൾ പിടിച്ചുപോയി വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും വിറ്റ് അവർ പണക്കാരാവുകയാണ് ഇങ്ങനെ പോകുന്നവർ. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ടാക്സ് കാസ്കേഡിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇവിടെ വില
താരതമ്യേന വളരെ ഉയർന്നിരിക്കുക, അയൽ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞിരിക്കുക. അപ്പം നമ്മുടെ ഡിമാൻഡ് അങ്ങോട്ട് പോവുക, അതാണ് ടാക്സ് കാസ്കേഡിങ്. ആ അബദ്ധം കഴിഞ്ഞ ബജറ്റിൽ മിസ്റ്റർ ബാലഗോപാൽ വരുത്തി വച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം വീണ്ടും മദ്യത്തിൻ്റെ വില കൂട്ടിയെന്ന്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ചിരിക്കാതെ ഇരിക്കാൻ പറ്റിയില്ല. കാരണം കഴിഞ്ഞ വർഷം ഒരു മിഡ് ഇയറോട് കൂടി നമ്മൾ കേട്ടതാണ് മദ്യം എന്താ പറയുക ഡിസ്കൗണ്ട് സെയിലിന് വെച്ചിരിക്കുന്നു എന്ന്. അതാണ് അവസ്ഥ. അപ്പം മദ്യത്തിൽ നിന്ന് വലിയ വരുമാന സമാഹരണം സാധ്യമല്ല. പക്ഷേ അദ്ദേഹം കൈവച്ച ഒരു മേഖല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയുണ്ട്. അതായത് ആധാരമെഴുത്ത്. അനൂജയ്ക്ക് അറിയാമോ, ആധാരമെഴുത്തുകാര്, ഭൂമാഫിയ, രജിസ്ട്രേഷൻ മാഫിയ, ശരി, ഞാൻ ഡോക്ടർ മേരി ജോർജിലേക്ക് വരാം. ഇപ്പോൾ എനിക്ക് മനോജ് രവിയിലേക്ക് കൂടി വളരെ വേഗം ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ മനോജ് രവി, ഇപ്പോൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ബജറ്റിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായെന്നാണ് താങ്കൾക്ക് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒറ്റ വായനയിൽ മനസ്സിലായത് എന്താണ്? കേരളത്തിൻ്റെ ബജറ്റ് പ്രഖ്യാപനവുമായി ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇന്ന് തുടങ്ങി വെച്ച ഒരു പദപ്രയോഗം തന്നെ സൺറൈസ് എക്കണോമി എന്നാണ്. അതൊരു വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കാണാവുന്ന ഒരു പദപ്രയോഗം. അപ്പോൾ അങ്ങനെ ഒരു സൺറൈസ് എക്കണോമിയിലേക്ക് വരണമെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാവുന്നത് വരവും ചെലവും വലിയ വ്യത്യാസമില്ലാതെ വരവിനൊപ്പം തന്നെ ചിലവ് നടത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധ്യത കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരണം എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. പക്ഷേ നമുക്ക് ഈ ഇപ്പോഴത്തെ ബജറ്റിൽ നമുക്ക് 1,31,000 കോടി രൂപയുടെ റെസീറ്റ്സും 1,61,000 കോടിയുടെ എക്സ്പെൻഡിച്ചറുമുള്ള ഒരു ബജറ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ വലിയൊരു അന്തരമുണ്ട്. ആ ഒരു അന്തരം ഒരുപക്ഷെ ഒരു സൺറൈസ് എക്കണോമിയിലേക്ക് എത്തുന്നതിന് കുറച്ച് അധിക സമയം എടുത്തേക്കും എന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രധാനമായും നമ്മൾ വരുമാനം കൂടുന്നതിനാവശ്യമായ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തുകൊണ്ട് മാത്രമേ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ധനസ്ഥിതി ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ചെലവുകളിൽ അധികമായ ഒരു കുറവ് വരുത്തുക എന്നുള്ളത് അത്ര സാധ്യമല്ല. കാര്യം ഇപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം മറ്റു സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയിൽ ഇന്ത്യയിൽ പുറകിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനാണെങ്കിലും ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടാണെങ്കിലും പദ്ധതികളിലൂടെ നമുക്ക് വിഭവ സമാഹരണം ഉണ്ടാകണമെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുക തന്നെ വേണം. അതിന് പണം ആവശ്യമാണ്. പക്ഷേ വരുമാനം നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തക്ക രീതിയിലല്ല നമ്മുടെ പണം ചെലവഴിക്കൽ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതലായും നമ്മൾ കടമെടുത്ത് ചെലവാക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാലറി പെൻഷനൊക്കെ കൊടുക്കുന്നതിനുമൊക്കെയാണ് കൂടുതൽ. പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സിലേക്ക് നമ്മുടെ ബജറ്റിലുള്ള നിർദ്ദേശങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് അധികം ടാക്സിൻ്റെ ബേർഡൻ വരാത്ത രീതിയിലുള്ള ഒരു ബജറ്റ് എല്ലാ മേഖലകളിലും ഒന്ന് സ്പർശിച്ചു കൊണ്ടുള്ള ഒരു ബജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറേയധികം മേഖലകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഇപ്പോൾ കാർഷിക മേഖലയാണെങ്കിലും ടൂറിസം മേഖലയാണെങ്കിലും ഒക്കെ നമുക്ക് വരുമാനം പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ കൊണ്ടുവരാവുന്ന മേഖലകളാണ്. കേരളത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയും അതിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുകയും വേണം. ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ നമുക്ക് കടം വാങ്ങിക്കാനുള്ള സോഴ്സ് അല്ലെങ്കിൽ കടമെടുക്കാനുള്ള പരിധി ഒരുപാട് കവിഞ്ഞു പോയ ഒരു സംസ്ഥാനമാണ് കേരളം.
അതെ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രീ മനോജ് രവി, ഇപ്പോൾ ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്നുള്ളത് കേരളത്തിന്റെ എക്കാലത്തെയും ഉള്ളൊരു പരാതി കൂടിയാണല്ലോ. ഇപ്പോൾ അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമുക്കറിയാം സുപ്രീം കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകിയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കടമെടുത്ത് എങ്ങനെയാണ് ഒരു മോശം മാനേജ്മെന്റിലേക്ക് പോയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിന്റെ സമ്പദ്ഘടനയെ വളരെ മോശമായി കടമെടുപ്പ് ബാധിച്ചിട്ടുണ്ടോ എന്ന് കൂടിയാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? കടമെടുത്ത് സമ്പദ്ഘടന വർദ്ധിപ്പിക്കൽ മാത്രമാണ് ഒരു സാധ്യതയെന്നില്ല. പക്ഷേ കടമെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കടം വാങ്ങിയാൽ അതിന് പ്രൊഡക്റ്റീവായി നമുക്ക് ഇൻകം ഏർണിംഗ് സോഴ്സുകളും കൂടി ഉണ്ടെങ്കിലാണ് ഒരുപക്ഷെ കടമെടുപ്പിന് കുറച്ചും കൂടി ഒരു സാങ്ക്ടിറ്റി ഉണ്ടാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതലായി ഇപ്പോൾ കിഫ്ബി ഒഴിച്ച് മറ്റുള്ള എല്ലാത്തരം ഡെറ്റുകളും നമ്മൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സാലറി പെൻഷനൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കിഫ്ബി യഥാർത്ഥത്തിൽ ഒരു ഓഫ് ബഡ്ജറ്റ് ഐറ്റം ആയിരുന്നു. കിഫ്ബി അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടും ഒക്കെ ഒരു ബജറ്റിന് വെളിയിലുള്ള ഒരു വെഹിക്കിളായിട്ട് നിർത്തിയിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതും കൂടി ബജറ്റിനുള്ളിലേക്ക് വന്നപ്പോഴാണ് മാഡം പറഞ്ഞതുപോലെ വളരെ വലിയൊരു പെർസെൻറ്റേജിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കിഫ്ബി വഴി നമ്മൾ എന്താണ് ബജറ്റിന് പുറത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് കൂടുതലായിട്ട് പണം കിട്ടുമായിരുന്നു കേന്ദ്ര പൂളിൽ നിന്ന്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഒരു വർഷത്തിൽ ഒരു 3% കൂടുതൽ കടമെടുക്കാനുള്ള ഒരു സാധ്യതയും കാണാൻ സ്ഥിതിക്ക് കടം കിട്ടാനുള്ള പരിധി എന്താണെങ്കിലും അത് കുറയുക തന്നെ ചെയ്യും. അപ്പോൾ കടം വാങ്ങിച്ച് ചിലവാക്കാനുള്ള സാധ്യത കുറയുന്ന സാഹചര്യത്തിൽ ഇൻകം കേരളത്തിൻ്റെ മറ്റു റിസോഴ്സുകളിലൂടെ ഉണ്ടാക്കാനുള്ള ഒരു വലിയ ശ്രമം പ്ലാനുകളിലൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന് ഒരുപക്ഷെ ഈ ബജറ്റിൽ സാധ്യതകൾ അധികമായി കണ്ട ഒരു ബജറ്റല്ല. പക്ഷേ വ്യവസായ മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ ചെറിയ തോതിലുള്ള ഒരു ഉണർവിനുള്ള ഒരു അലൊക്കേഷൻ ഉണ്ട്. പക്ഷേ സാധ്യതകൾ കൂടുതൽ കൊണ്ടുവരാവുന്ന മേഖലകളെ എക്സ്പ്ലോർ ചെയ്തതായി ഞാൻ ഈ ബജറ്റിൽ കാണുന്നില്ല. ജ്യോതികുമാർ ചാമക്കാല, നമുക്ക് കഴിഞ്ഞ ബജറ്റിന്റെ ഒരു അനുഭവം നമ്മുടെ മുൻപിലുണ്ടല്ലോ. അവിടെ സാധാരണക്കാരനൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടേറിയ കുറേ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് നികുതി നിരക്കിലുണ്ടായ വർധന, അതൊക്കെ നമ്മുടെ ബജറ്റിനെ തന്നെ താളം തെറ്റിച്ചതും തകിടം മറിച്ചതുമൊക്കെയാണ്. ആ തരത്തിലേക്കുള്ള നികുതി നിർദ്ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു ബജറ്റ് എന്ന തരത്തിൽ സാധാരണക്കാരന് ആശ്വാസകരമല്ലേ ഇത്തവണത്തെ ബജറ്റ്? അല്ല, കഴിഞ്ഞ തവണ ഇത്തരത്തിൽ സാധാരണക്കാരൻ്റെ നെഞ്ചത്തടിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിൽ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചു പെട്രോളിയം പ്രോഡക്ട്സിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയത്. പെട്രോളിയം പ്രോഡക്ട്സിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയതിലൂടെ അന്ന് അത്തരത്തിൽ ഏർപ്പെടുത്തിയാൽ അത് നമ്മുടെ അടിസ്ഥാനപരമായി നമുക്ക് വിലക്കയറ്റം എല്ലാ അർത്ഥത്തിലും ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ സംസ്ഥാനത്തിന് വിലക്കയറ്റം ഗണ്യമായി കൂട്ടും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മാത്രമല്ല ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ കൂട്ടിയ സെസ്സിൻ്റെ പേരിലുള്ള ഇൻകം നമുക്കുണ്ടാകില്ല, ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നും അന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ മേരി ജോർജ് ടീച്ചർ ഉൾപ്പെടെയുള്ളവർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ പിടിവാശിയോടുകൂടി സർക്കാർ മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് ഉണ്ട വരുമാനം, അതായത് ഇവിടെ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വിൽപ്പന തന്നെ ഈ സംസ്ഥാനത്ത് കുറഞ്ഞു എന്നുള്ളതാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കുറേ കണക്കുകൾ പറഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ വാദഗതികളെല്ലാം അദ്ദേഹം അമ്പയുന്നതെല്ലാം കേന്ദ്ര സർക്കാരിനെതിരെ ആയിക്കോളൂ. ഇവിടെ എന്താ നമ്മുടെ ബേസിക്കലി എന്താ ഇഷ്യൂ? ഇവിടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എലക്സ് ഒരു വ്യവസായി നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ആ സംസ്ഥാനത്തിനെ ബെയിൽ ഔട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. എന്നിരിക്കെ ഓരോ സംസ്ഥാനത്തിനും കടമെടുക്കാനുള്ള പരിധിയെ സംബന്ധിച്ച് കേന്ദ്രം കാലാകാലങ്ങളിൽ അതിന് ചില ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയുന്ന പരിധിക്ക് അപ്പുറത്തേക്ക് കടം എടുക്കുകയും നമ്മൾ ബെയിൽ ഔട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ. പക്ഷേ ഇതിൽ ഒരു ചോദ്യം, ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഇപ്പോൾ ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെ തൃശ്ശൂരിൽ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടത്, അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയുന്നത് ഏത് തരത്തിലേക്ക് ഫെഡറലിസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നത്, ഇത് സംസ്ഥാനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ധനമന്ത്രിയൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് കേരള നേതാക്കൾക്ക് ഒരു പക്ഷെ മനസ്സിലാക്കുന്നുണ്ടാകില്ലായിരിക്കാം, എന്നാൽ ദേശീയ നേതാക്കൾക്ക് പോലും ഇത് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ കണ്ടതാണ്. താങ്കളുടെ ചോദ്യം കൃത്യമായി മനസ്സിലായി. താങ്കളുടെ ചോദ്യം കൃത്യമായി മനസ്സിലായി. ഒരു തർക്കവുമില്ല, അതിനൊന്നും ഒരു തർക്കവുമില്ല. എൻ്റെ സിമ്പിൾ ചോദ്യം,
ഇവിടെ GST കോമ്പൻസേഷൻ എല്ലാ വർഷത്തെയും മുൻവർഷങ്ങളെക്കാൾ 14% GST വഴി റവന്യൂ കുറഞ്ഞു പോയാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് 2017 മുതൽ 2022 വരെയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അതിനുശേഷവും GST വഴി 12,000 കോടി കിട്ടാനുണ്ട് എന്ന് ബാലഗോപാൽ പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങണം കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ അത് നടക്കുള്ള മാർഗമാണോ? GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായി പരമയാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ? ഇതേ ബാലഗോപാൽ തന്നെ കേന്ദ്രത്തോട് പറയുന്നത് ഞങ്ങൾക്ക് 3,000-ലധികം കോടി രൂപ മാത്രമേ കിട്ടാനുള്ളൂ എന്ന് പറയുകയും എന്നാൽ അതേസമയം തന്നെ 57,000 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് ശുദ്ധ തട്ടിപ്പല്ലേ? അദ്ദേഹത്തിന് കേരളീയ സമൂഹത്തെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഡീൻ കുര്യാക്കോസിന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയിട്ടുള്ള മറുപടി എൻ്റെ കൈവശമുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായി ഓരോ ഫിഗേഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വസ്തുതാപരമായി സംസാരിച്ചാൽ നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാം. ആറ്റിലേക്ക് അച്യുത ചാടലേ എന്ന് പല പ്രാവശ്യവും ബാലഗോപാലിനോടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോടും നിരവധി തവണ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ടീച്ചർ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഡിവിസി പൂളിൽ വരുന്ന എമൗണ്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പിന്നെ നമുക്ക് 1971 പോപ്പുലേഷൻ എടുക്കുകയും ഇപ്പോൾ 2011 പോപ്പുലേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ കിട്ടേണ്ട തുകയെ സംബന്ധിച്ചുള്ള കുറവ് സംബന്ധിച്ചും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ചില പാരാമീറ്ററുകളെ സംബന്ധിച്ച് നമുക്ക് തർക്കമുണ്ട്. പക്ഷേ വസ്തുതകൾ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു, വസ്തുതകളായി തന്നെ നിലനിൽക്കുന്നു. ഈ ഫിഗേഴ്സായി തന്നെ നിലനിൽക്കും. ആ ഫിഗേഴ്സിലേക്ക് ഡിറൈവ് ചെയ്യുന്നതിന് അതിൻ്റെതായ ഫോർമുലയുണ്ട്. ആ ഫോർമുല വെച്ച് അതുകൊണ്ട് ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണനിലേക്ക് പോവുകയാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇതിപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോളിസി ഷിഫ്റ്റ് എന്ന തരത്തിലേക്ക് ഈ ബജറ്റിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്വകാര്യ മേഖലയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന സർക്കാരിനെയാണ്. നമ്മൾ പല മേഖലകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകളിൽ ഈ കുടുംബശ്രീയിൽ പോലും സ്വകാര്യ സംരംഭകത്വം ക്ഷണിക്കുന്ന അത് ഈ സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPIM-നെ സംബന്ധിച്ചൊക്കെ വലിയൊരു പോളിസി ഷിഫ്റ്റ് ആണോ എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അനുജ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീമതി മേരി ജോർജും ചാമക്കാലയും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങളെ ഒന്ന് പരാമർശിച്ചു പോകണം. സൂചിപ്പിച്ചു പോകാതിരുന്നാൽ അതൊരു രാഷ്ട്രീയമായി ഞാൻ ചെയ്യുന്ന ഒരു ഒഴിഞ്ഞുമാറലാവും. ഒന്നാമത്തെ പ്രശ്നം, മേരി ജോർജും ചാമക്കാലയൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പോളിസി ആയിരിക്കുന്നു ഇന്ത്യയിൽ ഫെഡറലിസം തകർക്കുക എന്നുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവഗണനയല്ല ജ്യോതികുമാറെ ഇപ്പോൾ നടന്നുകൂടാ. അതാണ് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത്. അത് ആ പ്രസംഗം നേരിട്ട് കേട്ടിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ. ഒരു പോളിസി ആയിരിക്കുന്നു സെൻട്രൽ ഗവൺമെൻറ്. ഏകാത്മകത എന്ന് പറയുന്ന ഒരു സാംസ്കാരിക വിഷയം മാത്രമല്ല, ഭൗതിക സാമ്പത്തിക വിഭവങ്ങളിലടക്കം ആ ഏകാത്മത, ആ കേന്ദ്രീകരണം ഏറ്റവും തീവ്രഗതിയിൽ നടപ്പാക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ധനകാര്യ കമ്മീഷൻ, 14ാം ധനകാര്യ കമ്മീഷൻ, YB റെഡ്ഡി, അദ്ദേഹം പഴയ റിസർവ് ബാങ്ക് ഗവർണറാണ്. അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? സംസ്ഥാനങ്ങൾക്ക് 14ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത 42% നികുതി വിഹിതം കൊടുക്കാൻ പാടില്ല, അത് 32% പറ്റുമോ എന്ന് ചോദിച്ച് സമ്മർദ്ദം ചെലുത്തി. പാടുണ്ടോ ജ്യോതികുമാറെ അത്? അപ്പോൾ പൊളിറ്റിക്കലായിട്ട് സംസ്ഥാനങ്ങൾക്ക് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല എന്നതിന്റെ കണക്കുകളും പുറത്തു വന്നതാണ്. എന്ന ഒരു നയത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു. അതിനെ കുറച്ച് കാണരുത്. എൻ്റെ നിലപാടോട് മേരി ജോർജിനെ വിയോജിക്കാം. പക്ഷെ അവര് സത്യസന്ധയായ ഒരു സാമ്പത്തിക ശാസ്ത്ര നിരീക്ഷകയാണെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഈ അമിത കേന്ദ്രീകരണത്തിന്റെ അപകടകരമായ സാമ്പത്തിക നയത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇനി അനൂജ പറഞ്ഞ വിഷയത്തിലേക്ക്, ഇത് വളരെ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് വരികയാണ്. അനൂജ് പറഞ്ഞ കാര്യത്തിലേക്ക്, CPM എന്ന് പറയുന്നത് വളയമില്ലാതെ ചാടുന്ന ഒരു പാർട്ടിയല്ല അനൂജ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, CPM 1957 ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഈ കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന പാർട്ടിയാണ്. ആ പാർട്ടി 57 EMSന്റെ ഗവൺമെൻറ് സ്വകാര്യ മൂലധനത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ വ്യവസായവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ പോലുള്ള ഒരു ഭൂഷാ ഘടനക്കകത്ത്, ഒരു കേന്ദ്ര ഘടനക്കകത്ത് ഒരു സംസ്ഥാനത്തിന് സാധ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ബിർളയെ മാവൂരിൽ കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ. അതൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, നമ്മുടെ ആരോഗ്യരംഗത്ത്, ഈ മേഖലകളിലെല്ലാം സ്വകാര്യ മൂലധനത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ പൊതുമേഖലയെ, സർക്കാർ സർവീസിനെ മർമ്മസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അതിനെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സ്വകാര്യ മൂലധനത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വികസന നയം ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് രേഖകളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നവകേരള സൃഷ്ടിയെ സംബന്ധിച്ച ഞങ്ങളുടെ ഈ സ്വകാര്യ സർവകലാശാലകൾ എന്നൊക്കെ പറയുന്നതിനോട് നോ പറഞ്ഞിരുന്ന പാർട്ടി ഇപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്താൻ അല്ല. അതെ, അത് അനുജ കാടടക്കി, അനുജയെ പോലുള്ള സുഹൃത്തുക്കൾ കാടടക്കി കാണരുത്. നിരുപാധികവും വ്യവസ്ഥാരഹിതവുമായി
മൂലധനത്തെയോ സ്വകാര്യ സ്ഥാപനങ്ങളെയോ കൊണ്ടുവരുന്നതിന് ഞങ്ങൾ എതിരാണ്. കരുണാകരന്റെ കാലത്ത് സ്വാശ്രയ കോളേജുകൾ എന്ന് പറഞ്ഞു കൊണ്ടുവന്നത് നിരുപാധികമായി ഇവിടെ സ്വകാര്യ മൂലധന ശക്തികൾക്ക് കോളേജുകൾ നടത്താനുള്ള അവകാശം. അതിന്റെ വ്യത്യസ്തമായ വ്യവസ്ഥ ഇവിടെ 50-50 ആന്റണിയുടെ കാലത്ത് വരുന്നത് എങ്ങനെയാ? ഈ സമരങ്ങളുടെയൊക്കെ ഫലമാണ്. അതുകൊണ്ട് എല്ലാത്തിനും എന്താണ് നമ്മൾ കാടടച്ച് ഒരുപോലെയാണ് എന്ന് പറയരുത്. പി ആർ ശിവശങ്കർ, ഇപ്പോൾ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ധനമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്ലാൻ ബി എന്താണ് എന്നുള്ളത് പറയാറായിട്ടില്ല എന്നുള്ളത് കുറച്ച് മുൻപ് നമ്മളോട് അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്ലാൻ ബിയിലേക്ക് ചിന്തിക്കേണ്ടി വരും എന്ന് പറയുന്നത് കേന്ദ്രം ഈ നിലപാട് തുടരുകയാണെങ്കിൽ എന്നുള്ളതാണ്. ഒരുപക്ഷെ കോടതിയിൽ നിന്നൊക്കെ എന്ത് തീരുമാനം വരും എന്നൊക്കെ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാകാം. അങ്ങനെയെങ്കിൽ ഈ പ്ലാൻ ബി എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാകുമോ? എന്താണ് വിലയിരുത്തൽ? അനുജ, നിർഭാഗ്യവശാൽ എനിക്ക് അനുജയുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ നൽകിയില്ല. കാരണം പ്രത്യേകിച്ച് ഇവിടെ കുഞ്ഞിക്കണ്ണനൊക്കെ എക്കോ വരുന്നുണ്ട്. ഒന്ന് കറക്റ്റ് ചെയ്യണം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ നിരന്തരമായി കേന്ദ്രത്തിനെതിരെയുള്ള കുഞ്ഞിക്കണ്ണനൊക്കെ പറയുന്ന കഴിഞ്ഞ 10 ദിവസം മുമ്പ് ചർച്ച ചെയ്ത് മറുപടി പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ അനുകൂലമായി അനുജ അതിനൊന്നും എതിർക്കുകയില്ല. ഞാൻ CPM-നെതിരെ പറഞ്ഞാൽ മാത്രമേ അനുജയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൂ. എനിക്കതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്ക് ബഡ്ജറ്റിനെ കുറിച്ച് തന്നെ പറയാനുള്ളത്, ബഡ്ജറ്റിൽ തന്നെ കൃത്യമായ വളരെ തെറ്റായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം ഒന്ന് വായിച്ച കൊള്ളാം. കാരണം പോയിന്റ് നമ്പർ 67 5 സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടാക്കാനും 500 പേർക്ക് ഇരിക്കുന്ന കോൺഫറൻസുകൾ ഉണ്ടാക്കുവാനുമായിട്ട് പലിശ കുറഞ്ഞ നിരക്കിലുള്ള വായ്പ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പലിശ കുറഞ്ഞ നിരക്കിൽ കോടീശ്വരന്മാർക്ക് 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാൻ വായ്പ നൽകുമ്പോൾ 135 കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തിയിരിക്കുന്നു. 135 പോയിന്റ് പറയുന്നു അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാനും 50 കോടി രൂപ. അതായത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാനും കോടീശ്വരന്മാർക്ക് വായ്പ ഇളവ് നൽകിക്കൊണ്ട് കൊടുത്തതിനേക്കാൾ കൂടുതലായി 50 കോടി രൂപ വീണ്ടും വിലയിരുത്തുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി 50 കോടി രൂപ മാത്രം വിലയിരുത്തുന്ന ഒരു കുത്തക മുതലാളി സർക്കാർ, കുഞ്ഞിക്കണ്ണന്റെ ഭാഷയിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഫാസിസ്റ്റ് സർക്കാർ, അല്ലെങ്കിൽ ബൂർഷോ സർക്കാർ ആയി മാറിയിരിക്കുന്നു ഈ സംസ്ഥാന സർക്കാർ എന്ന് താങ്കൾ എപ്പോഴെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ബഡ്ജറ്റ് വായിക്കുമ്പോൾ സ്വയം വിലയിരുത്താൻ പഠിക്കണം. രണ്ട്, കേന്ദ്ര സർക്കാരിനെതിരെ പറയുമ്പോൾ താങ്കൾ ഇതിലെ ഒരു 3 പോയിന്റ് ഒന്ന് വായിക്കണം. പോയിന്റ് നമ്പർ 139 അതിൽ പറയുന്ന സ്വച്ഛ ഭാരതിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ വിലയിരുത്തിയത് എത്രയാ? 7.5 കോടി രൂപ. കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ബജറ്റിൽ തന്നെ പറയുന്നു 11.25 കോടി രൂപ. ഏതാണ്ട് 50% കൂടുതൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് താങ്കളുടെ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നു. അപ്പം തന്നെ പറയുന്നത് കേന്ദ്രമാണ് കൂടുതൽ നൽകുന്ന പദ്ധതികൾ തന്നെ. താങ്കൾ നേരത്തെ പറഞ്ഞ ആ കേന്ദ്രം പദ്ധതികൾക്ക് കൂടുതൽ നൽകുന്നില്ല, 40% നൽകുന്നുള്ളതിൻ്റെ തെറ്റായ ഒരു നടപടിയാണ് ബാലഗോപാൽ. താങ്കൾ ദയവായിട്ട് അതിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇത് തിരുത്തണം, പറ്റുമെങ്കിൽ ഇപ്പം തന്നെ തിരുത്തണം. ഇത് മാത്രമല്ല 141 പോയിന്റ് നമ്പർ 141 ദീനദയാൽ ഉപാധ്യായ അന്ത്യോദയ സ്കീമിന് 65 കോടി സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ 97 കോടി രൂപ കേന്ദ്രം നൽകുന്നു. അനുജ ഒരു മിനിറ്റ് നിൽക്കല്ലേ, വിഷമിക്കല്ലേ, കമ്മ്യൂണിസ്റ്റ് ഒക്കെ നമുക്ക് പിന്നെ പറയാം. അത് 133 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ, അല്ല ഒരു മിനിറ്റ്, സമയമൊക്കെ അവിടെ ഉണ്ടാവുന്നേ, ഇത്രയൊക്കെ പരസ്യം വേണ്ട, ഞങ്ങൾക്ക് പൈസ തന്നെ ഇല്ല. 399 രൂപ കേന്ദ്രം നൽകുന്നു. അതെന്താ സംഭവം? ഈ സംസ്ഥാനത്ത് കൂടുതൽ കേന്ദ്രമാണ് PMAY അർബൻ നൽകുന്നതെന്ന് ബജറ്റ് രേഖ സമ്മതിക്കുന്നു. അതിലും വിചിത്രമായ കാര്യം 156 പോയിന്റ് നമ്പർ C NBCC മലയാളത്തിൽ എഴുതി വെച്ചേക്കണേ, നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ 250 കോടി രൂപ മുടക്കി മറൈൻ ഡ്രൈവിൽ സമുച്ചയം പണിയുന്നു. ഏതാ NBCC? സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണോ? ഇത് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണേ. എന്നിട്ട് ഈ സിയാൽ പദ്ധതിയും വിഴിഞ്ഞവും NBCC-യും സ്വച്ഛ ഭാരതും അതുപോലെ തന്നെ PMAY അർബനും എല്ലാം പെടുത്തിയിട്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കൊണ്ടുള്ള ഒരു പരിപാടി നടത്തിയിട്ട് ഈ പാവം കുഞ്ഞിക്കണ്ണൻ അതൊന്നും വായിക്കാണ്ട് ഒരാഴ്ച മുമ്പുള്ള ചർച്ചയുമായിട്ട് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ അനുജയെ പോലുള്ള വളരെ എന്താ പറയുക സ്വതന്ത്ര വക്താക്കൾ ചാനൽ അവതാരകൂടെ വരുമ്പോൾ കേരളത്തിൻ്റെ കാര്യം തടയുക. എന്തിനാണ് കേന്ദ്രം ഉപദ്രവിക്കുന്നത്? നിങ്ങൾ തന്നെ ഉപദ്രവിച്ചാൽ മതി, കേരളത്തിൻ്റെ കാര്യം പൂർണ്ണമാവും. ശരി, നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ PR ശിവശങ്കർ, ഡോക്ടർ മേരി ജോർജ്, ഒപ്പം ശ്രീ മനോജ് രവി ചർച്ചയിൽ പങ്കെടുത്തതിന്.